പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗം അത് എത്രത്തോളം അത് ഒരു ആഘാതം ഒരു സമുദായത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു സമൂഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ പ്രധാനമന്ത്രി ഇതേ കാര്യം പറഞ്ഞു, മുസ്ലിങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ യോഗി ആദിത്യനാഥും ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറയുന്നതും ഇതേ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, BJP ഇതൊരു അജണ്ടയായി ഏറ്റെടുത്ത് ഇനിയുള്ള ഘട്ടങ്ങളിൽ അവർക്ക് വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായി ഈ ഒരു നരേറ്റീവിനെ ഉപയോഗിക്കാൻ വേണ്ടി BJP തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഉത്തരേന്ത്യയിലേക്കുള്ള ഇനി അടുത്ത ഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളായി ഇത് ഉപയോഗിക്കുന്നു. ഒരു ലൈറ്റ് പോലും അതിനകത്ത് ഈ വാചകത്തിൽ വരുത്തിയില്ല എന്നുള്ളതാണ് നമ്മെ ഖേദിപ്പിക്കുന്നത്. മധു, അതാണ് കാരണം 2006 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരു ദേശീയ സെമിനാറിൽ നടത്തിയ ഒരു വാചകത്തെ അത് സ്വാഭാവികമായും പറയുമല്ലോ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത മുന്നിലേക്ക് വരണം, അതിനെയൊക്കെ വളച്ചൊടിച്ചൊരു തെരഞ്ഞെടുപ്പ് ഫോറത്തിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് അത്ഭുതമല്ലേ? പ്രതീക്ഷേ, ഇന്ത്യ നിന്റെ വയറ്റിൽ പിറന്നതിന്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലുമില്ലാതെ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പണ്ട് കവിതകളിലൂടെയൊക്കെ വായിച്ചിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷെ അതിനേക്കാളും ഒക്കെ അപ്പുറത്ത് എനിക്കിതിൽ ഒരു പുതുമയും തോന്നുന്നില്ല. ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. 2009 നരേന്ദ്രമോദിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം ഇത് നിരന്തരം ഉണ്ടാവാറുള്ളതാണ്. അപരമത വിദ്വേഷത്തിന്റെ ചൂളയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന ഒന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് കഴിഞ്ഞ ദശകങ്ങളിലൂടെ പരിണാമം സംഭവിച്ച ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീതിപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു. അത് അപരമത വിദ്വേഷം എന്നതിനപ്പുറത്ത് ഒരുപാട് ഉത്കണ്ഠകൾ ജനിപ്പിക്കുന്നു, ഒരുപാട് അധിനിവേശങ്ങൾ സംഭവിപ്പിക്കുന്നു. അതോടൊപ്പം ഒരുപാട് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ശ്രീ രാജീവ് രാജിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ചെറിയ പ്രസംഗമാണെങ്കിൽ പോലും അറിയാമല്ലോ, രാഹുൽ ഗാന്ധി നേരിടേണ്ടി വന്ന നിയമ പോരാട്ടങ്ങൾ ഒരു വാക്കിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ച കമ്മീഷൻ, ആ കമ്മീഷനിലേക്ക് പോവുകയാണ് കൂട്ടപരാതിയുമായി കൈമലർത്തുന്ന ഒരു അധികാരത്തിനൊപ്പം നിൽക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൊതു സ്വഭാവങ്ങളൊക്കെ. ഒരുപക്ഷെ TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ജനങ്ങളും കമ്മീഷൻ തന്നെയും തിരിച്ചറിഞ്ഞത് TN ശേഷൻ വന്നപ്പോഴാണ്. അതിനുശേഷം ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് അതിനുള്ള അവകാശങ്ങളൊക്കെ എങ്ങനെ ഓരോന്നായിട്ട് ഊരിയെടുക്കാം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ദേശാഭിമാനമാണ് വിഷയമാക്കിയതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഒരു അന്തർധാരയായി ഒരു തരംഗമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനപ്പുറത്ത് വരാനിരിക്കുന്നത് വലിയ വിഭജനത്തിന്റെ സംവിധാനത്തെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓർത്ത് നമുക്ക് സഹതപിക്കേണ്ടി വരും. എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞ വാചകങ്ങളും ആവർത്തിക്കുന്ന വാചകങ്ങൾ ഒന്നുകൂടി നമുക്ക് കേൾക്കാം. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. अभी परसों जब मैं राजस्थान आया था तो मेरा एक 1.5 मिनट का भाषण 90 सेकंड का भाषण, और मैंने कुछ सत्य देश के सामने रखा और पूरी कांग्रेस और इंडी गठबंधन में ऐसी भगदड़ मची है. രാജീവയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇസ് പാർ 400 പാർ എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. 400 സീറ്റുകൾക്ക് അപ്പുറത്ത് പോകും എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി വടക്കും തെക്കും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുകയാണ്. ഞാൻ നമ്മുടെ സർവേയിൽ പോലും കണ്ടത് കർണാടകം ഒരുപക്ഷെ തൂത്തുവാരും BJP എന്നായിരുന്നു. അതെ. പക്ഷെ എനിക്ക് ഒടുവിൽ കർണാടകത്തിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് 14 സീറ്റുകൾക്ക് അപ്പുറത്ത് BJPക്ക് ജയിക്കാൻ പറ്റില്ല എന്നൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെ വരുന്നു. 2 സീറ്റുകളിലേക്ക് ഒരുപക്ഷെ JDS ഒതുങ്ങിയേക്കും എന്നാണ്. കുമാരസ്വാമിയും പ്രജ്വൽ രേവണ്ണ പോലും പരാജയപ്പെട്ടേക്കും എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കർണാടകത്തിൽ കാര്യങ്ങൾ പോകുന്നു. 12 സീറ്റെങ്കിലും ജയിക്കാം എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിന് സംഭവിക്കുന്നു. സിദ്ധരാമയ്യക്ക് അവിടെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഗ്രസ് നേടുന്നുവെങ്കിൽ ഈ 400-ൽ നിന്ന് കുറവാണ്. തീർച്ചയായും. മാത്രമല്ല ഫസ്റ്റ് ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ നിന്നും ചില കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ടുണ്ടോ എന്ന സംശയങ്ങളുണ്ട്. കാരണം ഒരു കലത്തിൽ വേവുന്ന ചോറ് മൊത്തം എന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വറ്റ് നോക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ
ഇപ്പോൾ ഈ 7 ഘട്ടമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോൾ BJP ചില സൂചനകൾ കിട്ടുന്നു. ഇപ്പം പ്രധാനമന്ത്രി പറയുന്നത് കേട്ടില്ലേ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു 90 സെക്കൻഡിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം കേട്ടപ്പോൾ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് പോലെ ഇതിന്റെ 7 ഘട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് ചില അപായ സൂചനകൾ. അത് ഭരണം നഷ്ടപ്പെടുത്തുമോ എന്നുള്ളതൊന്നുമല്ല. ഇവർ പറയുന്ന ഈ 370 സീറ്റ് BJP ഒറ്റയ്ക്ക്, NDA മുന്നണി 400-ന് മുകളിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ഉണ്ടാക്കി വെച്ച ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, മോഡിയുടെ ഗ്യാരണ്ടി, ഈ പറയുന്ന കാര്യത്തിന് അത് അതേപോലെ പോകുന്നില്ല എന്നുള്ളതിന്റെ ചില സൂചനകൾ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ പലയിടത്തും പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞു. ഇവർ വലിയ വോട്ട് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അത്തരം ചില മണ്ഡലങ്ങളിൽ വേണ്ടത്ര രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. വളരെ ശാസ്ത്രീയമായിട്ട് ഡേറ്റ അനാലിസിസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങൾ എങ്ങനെയൊക്കെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ BJP വളരെ ക്ലിനിക്കൽ പ്രിസിഷനോട് കൂടി ഇതൊക്കെ ചെയ്യുമ്പോൾ, പക്ഷേ അങ്ങോട്ടിട്ട പന്ത് അതേ വേഗതയിൽ അല്ലെങ്കിൽ ബൗൺസ് തിരിച്ചു വരേണ്ട വേഗതയിൽ ഉള്ള റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുള്ളത് BJP മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം ഈ പെട്ടെന്നുള്ള ഈ വിഷയങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ. പഴയ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി വീണ്ടും അത് ആവനാഴിയിൽ നിന്ന് എടുക്കുന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വായിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് എന്ന് PV അൻവർ നടത്തിയ ആ ഒരു പ്രസംഗമായിരുന്നു. അതിൽ ഇന്ത്യ മുന്നണിയുടെ തന്നെ നേതാവിനെ DNA പരിശോധിക്കണമെന്ന് ഒരു വളരെ മലീമസമായ ഒരു വാക്ക് അൻവറിന്റെ ഭാഗത്തു നിന്ന്, MLA-യുടെ ഭാഗത്തു നിന്നും അധിക്ഷേപമായി വരുന്നു. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. രാഹുൽ ഗാന്ധി എന്നല്ല, അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു അർഹതയും അയാൾക്കില്ല എന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുന്നു. 100% എന്താ ഒരു തർക്കവും കാര്യത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. നമുക്ക് അതിഥികളായി ഡോക്ടർ ഫസൽ ഗഫൂറും ഉണ്ട്, ഒപ്പം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളി, വസന്ത് സിറിയക്ക് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അതിഥികളിലേക്ക് നമുക്ക് പോകാം. ശ്രീ ഫസൽ ഗഫൂർ, രാജ്യം നെഞ്ച് കുലുങ്ങി അത്രമേൽ ഒരു പക്ഷേ അപലപിക്കേണ്ട തരത്തിൽ ഏറ്റുവാങ്ങിയ ഒരു പ്രസ്താവനയായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. പ്രധാനമന്ത്രി നടത്തിയ ആ സാമുദായിക വിദ്വേഷത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും, അണുവിട പോലും അദ്ദേഹത്തിന് കുറ്റബോധമോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പിൻവാങ്ങലോ ഇല്ല. വീണ്ടും പ്രധാനപ്പെട്ട വേദികളെല്ലാം അത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. രാഷ്ട്രീയം തന്നെയാണോ ഇതിന്റെ പിന്നിൽ? ആദ്യം തന്നെ ഒരു തിരുത്ത് വേണം. 2006 മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ പ്രസംഗത്തിൽ ഇന്ത്യയിലെ സ്വത്തുക്കളെല്ലാം മുസ്ലിമുകൾക്കാണ് ആദ്യാവകാശം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് SC, ST, OBC വിഭാഗങ്ങളെപ്പോലെ തന്നെ മുസ്ലിം സമുദായത്തിനും അതുമായി തന്നെ അർഹതപ്പെട്ടതാണെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതിൽ മറ്റേ SC, ST, OBC എന്നുള്ള വാക്ക് എടുത്തു മാറ്റിക്കൊണ്ട് പ്രചാരണം നടത്തിയത് ഇപ്പോൾ നടത്തിയല്ല, അതിന് മുമ്പും ഇതുമായി തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ടുള്ളത് പറയാനുള്ളത്, ഇവിടെ നമ്മൾ പറഞ്ഞു കുട്ടികളിൽ എണ്ണം കൂടുതലുള്ളത്, അതിപ്പോൾ നമ്മുടെ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് കുട്ടികളുടെ എണ്ണം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഗണത്തിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരാശരി 2.5 ആണ് ഗ്രോസ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമ്പോഴത്തേനും 2 കുട്ടികൾ മാതാപിതാക്കന്മാർക്ക് ഉണ്ടാവുന്ന കുട്ടികളുടെ എണ്ണം 2നും 2.5ക്കും ഇടയിലായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അത് വളരെ പ്രസക്തിയില്ല. മൂന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം അതായത് അവിടെ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഒളിഞ്ഞു വന്ന് താമസിക്കുന്ന ആൾക്കാരെന്നാണ്. ഈ നമ്മുടെ BJPയുടെ ആസാം ഗവൺമെൻറ് നടത്തിയ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തിയിട്ടുള്ള കണക്കെടുപ്പിൻ്റെ ഇതനുസരിച്ചിട്ട് തന്നെ അവിടെ നിന്ന് കൂടുതൽ വന്നിട്ടുള്ളത് മുസ്ലിമുകളല്ല, അവിടെ നിന്ന് കൂടുതൽ വന്നിട്ടുള്ള 20 ലക്ഷം പേരെ കണക്കാണെന്ന് എടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ ഹിന്ദുക്കളാണെന്നുള്ള കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇപ്പോൾ ഇതിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അതേ തോത് തന്നെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ്, അതേ ശൈലിയിൽ തന്നെയാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് ഇവിടെ ശരീഅത്ത് നടപ്പാക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ ശരീഅത്ത് നടപ്പാക്കുന്നത്? ശരീഅത്ത് ഒരിക്കലും നടപ്പാക്കാൻ പറ്റില്ല. ശരീഅത്ത് മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ നടപ്പാക്കാറില്ല. ആകെ 3 മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമേ ശരീഅത്ത് നടപ്പാക്കിയിട്ടുള്ളൂ. അത് പാകിസ്ഥാനിൽ ഭാഗികമായിട്ടും ഇറാനിലും ബഹ്റൈനിലും, അങ്ങനെ ബഹ്റൈനില്ല വേറെ ഒരു രാജ്യത്ത് 3 രാജ്യങ്ങളിൽ മാത്രം, അല്ലാതെ ബാക്കി ബംഗ്ലാദേശും
ഇന്തോനേഷ്യയും അല്ലെങ്കിൽ തുർക്ക്മെനിസ്ഥാനും ഈജിപ്തും ഇറാഖും ഒക്കെ അത്തരത്തിലുള്ള ഒരു രാജ്യത്തിലും നടപ്പാക്കാത്തൊരു സംഭവം മനസ്സിലായില്ലേ? ഇവിടെ നടപ്പാക്കി അവിടെയെല്ലാം ജനാധിപത്യത്തിൽ ആണ്, സെക്കുലറായിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ഈ രാഷ്ട്രങ്ങൾ, ബംഗ്ലാദേശ് അടക്കമുള്ള. അപ്പോൾ ഇത്തരത്തിലുള്ള വിവര കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ചുകൊണ്ട് ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ വോട്ട് നേടേണ്ട ഒരു ഗതികേടാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്? നമ്മൾ ഇതുവരെ കണ്ടുപോകുന്നിരുന്നത് നരേന്ദ്രമോദിയാണ് ഭൂരിപക്ഷത്തിൽ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള അപരമത വിദ്വേഷത്തിൻ്റെതായിട്ടുള്ള പ്രസംഗങ്ങളുമായി പ്രധാനമന്ത്രി തന്നെ കടന്നു വരുന്നു എന്ന് പറയുന്നത് ഒരു റിസൾട്ടിനെ ഓറിയന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ആശങ്കകളെ മറികടക്കാനുള്ള തന്ത്രമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതെ, സബ്കെ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞു നടന്നിരുന്നതാണ് അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല രീതിയിലാണ് സംസാരിക്കാറ്. ആദ്യം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സംസാരിച്ചിരുന്ന അതേ ശൈലിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അടൽ ബിഹാരി വാജ്പേയി തന്നെ അദ്ദേഹത്തോട് നമ്മുടെ ഗോദ്രയിലെ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ രാജ്യധർമ്മം നടപ്പാക്കണമെന്ന് പറഞ്ഞ് അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ വഹി തു കറാവും സാബ് എന്നാണ് പറഞ്ഞത്, കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ധ്രുവീകരണ രാഷ്ട്രീയം എന്നുള്ള അവസാനത്തെ ആയുധം കൂടെ പുറത്തെടുത്തിരിക്കുകയാണ്. അത് മധു പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ നിങ്ങളെല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ ഒരു വിഭജിച്ച് നമ്മളെല്ലാം പല ഒപ്പീനിയൻ പോളുകളും അഭിപ്രായ വോട്ടെടുപ്പുകളും പറഞ്ഞെടുത്തതിന് അതീതമായിട്ട് എന്തോ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ വോട്ടർമാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ പല പാർട്ടികളെ പിളർക്കുക, അവിടെ നിന്ന് ആൾക്കാരെ അടർത്തിയെടുക്കുക, കൂറുമാറ്റിച്ചു കൊണ്ടുവരിക, എന്നിട്ട് ആ കൂറുമാറ്റിയ ആൾക്കാർക്ക് സ്ഥാനം കൊടുക്കുക, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് വടക്കേ ഇന്ത്യ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊന്ന്. അതുമായി തന്നെ ഈ ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം മാത്രമായിട്ടല്ലല്ലോ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഉദാഹരണം ദ്രാവിഡ വേഴ്സസ് ദ്രാവിഡ, അതായത് തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യയും തമ്മിലുള്ള ഒരു ധ്രുവീകരണം കൊണ്ടുവരിക. മണിപ്പൂരിൽ നമ്മൾ കണ്ടത് ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിലുള്ള അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലെടുത്തുകൊണ്ട് അവിടെ വർഗീയമായിട്ടുള്ള ലഹള നടക്കുക. അങ്ങനെ എല്ലാ സ്ഥലത്തും. അതേമാതിരി തന്നെ ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒരു ഭാഗത്ത് നിർത്തുക, എന്നിട്ട് അവർക്ക് വേണ്ടപ്പെട്ടത് വിളമ്പിക്കൊടുക്കുക. അത് സംസാരിക്കാത്ത ഉദാഹരണമായിട്ട് വെസ്റ്റ് ബംഗാൾ മാതിരിയോ അല്ലെങ്കിൽ ആസാം മാതിരിയുള്ള അവിടെ വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയം പ്രചരിപ്പിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ധ്രുവീകരണമാണ്. ആ ധ്രുവീകരണം എന്ന് പറഞ്ഞിട്ടുള്ളത് മുസ്ലിമുകൾക്കെതിരായിട്ട് മാത്രമല്ല. അതേപോലെ ബീഹാർ സംസ്ഥാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പിന്നോക്ക ജാതിയെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ആൻഡ് ബാക്ക്വേർഡ്. അതേമാതിരി തന്നെ അവിടുത്തെ ദളിതുകളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ദളിത് മഹാദളിത് എന്ന തോതിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം ഒരു ധ്രുവീകരണ രാഷ്ട്രീയം എന്ന് നമുക്ക് പറയാം. ധ്രുവീകരണം ഫോർമുല ഉപയോഗിക്കുക. അപ്പോൾ അത് വെറും മുസ്ലിമുകൾക്കെതിരായിട്ട് മാത്രമല്ല എടുത്തുകൊണ്ടിരിക്കുന്നത്, രാജ്യത്തെ എല്ലാ സ്ഥലത്തും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു ഫോർമുല. അതായത് അല്പസംഖ്യ എന്ന് പറയും, അല്പസംഖ്യ ഗ്രൂപ്പുകൾ എന്നാണ് ഇവരെ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഭാഷ ഉപയോഗിക്കണമെങ്കിൽ നമുക്കും അത് അല്പസംഖ്യ തന്നെയാണ്. അപ്പോൾ ആ അല്പസംഖ്യയെ തേടിപ്പിടിച്ചുകൊണ്ട് അല്പസംഖ്യക്കെതിരായിട്ട് തിരിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഓരോ സംസ്ഥാനത്തും വിവിധ തരത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ നിലക്കും ഇത് നമ്മുടെ രാഷ്ട്രത്തിന് ഗുണകരമായിരിക്കില്ല. കാരണം ഇത്തരത്തിലുള്ള മുറിവുകൾ പിന്നീട് ഈ ഇലക്ഷൻ വരും പോവും, ഭരിച്ചെന്നിരിക്കും ഭരിച്ചില്ല എന്നിരിക്കും. പക്ഷേ മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ വോട്ടിന് വേണ്ടിയുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ധ്രുവീകരണം എന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പ്രതികരിക്കുന്നത്. വസന്ത് സിറിയക്ക് ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഈ വിദ്വേഷ പ്രസംഗം ആയുധമാക്കി മുന്നോട്ട് പോകുന്നു, നിയമവഴി ആലോചിക്കുന്നു, ഒരു പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. അവിടെയാണ് ഈ 1,00,000 പരാതികളുമായി നിങ്ങൾ ആ സംവിധാനത്തിലേക്ക് ആദ്യം കൈമലർത്തിയ കമ്മീഷന് മുന്നിലേക്ക് പോകുന്നത്. നീതി പ്രതീക്ഷിക്കാമോ? അല്ല, പ്രധാനമന്ത്രിയിൽ നിന്ന് ഇത്തരമൊരു അധമ പ്രസംഗം അത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. കാര്യം അദ്ദേഹം ഈ രാജ്യത്ത്, എന്തിനേറെ ഈ ലോകത്തിൽ തന്നെ ഒരു പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് 2 രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് വിസ നിഷേധിച്ചിരുന്ന ആളാണ്. അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി എന്ന് പറയുന്നത് അത്രമാത്രം പ്രശസ്തനല്ലാത്ത ഒരാൾക്കെതിരെ അയാളുടെ പ്രസംഗത്തിന്റെ പേരിൽ, ഗുജറാത്ത് കൂട്ടക്കലാപത്തിന്റെ പേരിൽ കേസെടുക്കുന്നത് ആദ്യമായാണ്. കേസെടുക്കുന്നതല്ല, വിസ നിഷേധിക്കുന്നത് ആദ്യമായാണ്. നോക്കൂ, ഇദ്ദേഹം വളരെ കാലങ്ങളായി ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആ സംസ്ഥാനത്തെ കുട്ടികളുടെ
വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്ന് കോൺഗ്രസ് അവിടെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നത് ഞാൻ എന്താ ചിലരെ പോലെ, ചില കൂട്ടരെ പോലെ, ചില വിഭാഗങ്ങളെ പോലെ കുട്ടികളെ ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങണം എന്നാണോ കോൺഗ്രസ് പറയുന്നത്? നരേന്ദ്രമോദിയുടെ പ്രസംഗമാണ്. അന്ന് തൊട്ട് പ്രധാനമന്ത്രിയായപ്പോ കുറച്ചുകൂടി പോളിഷ്ഡായി സംസാരിക്കാൻ, വർഗീയത തന്നെയാണ് തുപ്പുന്നതെങ്കിലും കുറച്ചുകൂടി അത് പോളിഷ്ഡാക്കി ഒന്ന് സീൽ ചെയ്ത് കവർ ചെയ്ത് പ്രസംഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷേ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയും മോദി ടീമും RSSും സംഘപരിവാരവും കൃത്യമായി മനസ്സിലാക്കുന്നു അവർക്ക് അടി തെറ്റിയിരിക്കുന്നു. എവിടെ? അവരുടെ തന്നെ കേന്ദ്രങ്ങളായ നോർത്ത് ഇന്ത്യയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ കയ്യിൽ നിന്ന് കളി പോകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഏത് വിധേനയും പിടിച്ചു നിൽക്കാൻ വേണ്ടി സർവ്വ അടവും എടുത്ത് അവസാനത്തെ ആയുധവും എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി. നോക്കൂ, ഗുജറാത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനമാണ്. ഗുജറാത്തിൽ ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ ഇത്തരം പ്രസ്താവനകളുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന JM ലിൻഡോ ആയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അന്ന് JM ലിൻഡോയെ നരേന്ദ്രമോദി പ്രസംഗവേദികളിൽ വിളിച്ചിരുന്നത്, അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നത് നോക്കൂ, ജെയിംസ് മൈക്കിൾ ലിൻഡോ എന്നാണ്. JM ലിൻഡോ എന്ന് പറഞ്ഞാൽ ആളാരാണെന്ന് മനസ്സിലാവില്ല. കഴിഞ്ഞ CA സമരത്തിന് സമയത്ത് ഡ്രസ് നോക്കിയാൽ ആളെ തിരിച്ചറിയാമെന്ന് മോദി പറഞ്ഞതുപോലെ JM ലിൻഡോ എന്ന് പറഞ്ഞാൽ ജെയിംസ് മൈക്കിൾ ലിൻഡോ എന്ന് പറഞ്ഞാലേ അയാൾ ക്രിസ്ത്യാനിയാണെന്നും അതുകൊണ്ടാണ് നമുക്കെതിരായി നിൽക്കുന്നതെന്നും മനസ്സിലാകൂ എന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് വേദികളിൽ മുഴുവൻ ജെയിംസ് മൈക്കിൾ ലിൻഡോയും സോണിയാഗാന്ധിയും പള്ളിയിൽ വെച്ച് ഒരുമിച്ച് കാണുന്നുണ്ടായിരിക്കും കുർബാനയ്ക്കിടയിൽ. അതുകൊണ്ടാണ് ഇത്രമാത്രം ആവേശം എന്ന് പ്രസംഗിച്ച ആളാണ് മോദി. ആ മോദിയിൽ നിന്ന് നമ്മൾ ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ RSSന്റെ BJPയുടെ പൂർവികർ ചെയ്ത ഭൂതകാല സ്മരണയിലാണ്. ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് എങ്ങനെയാണോ ഈ നമ്മുടെ സവർക്കർ പോളിഷ് ചെയ്ത് കൊടുത്തിരുന്നത്, അതേപോലെ മോദിയുടെ ഷൂ പോളിഷ് ചെയ്യാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാണാവുന്നില്ലേ? ഇത്രമാത്രം അധമ പ്രസംഗം, ഇത്രമാത്രം മോശമായ വർഗീയമായ നാണം കെട്ടൊരു പ്രസംഗം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോട്ടെ, ഏതെങ്കിലും സഹ ക്യാബിനറ്റ് മന്ത്രിയെങ്കിലും ഇതുവരെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. നിയമപരമായി ഇതിനെങ്ങനെ നേരിടാനാവും? അല്ല ശ്രീ മധു, സുവോമോട്ടോ കേസെടുക്കണം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാവിധ അധികാരങ്ങളുമുണ്ട്. സുവോമോട്ടോ കേസെടുത്തില്ല, അതിന്റെ പിന്നാലെ ഇതാ കോൺഗ്രസ് അങ്ങനെ പരാതി ഇല്ലാത്തതിന്റെ പേരിൽ കേസെടുക്കുന്നില്ല എന്ന എക്സ്ക്യൂസ് പോട്ടെ എന്ന് വെച്ചുകൊണ്ടാണല്ലോ കോൺഗ്രസ് പരാതിയുമായി എത്തുന്നത്. ഞങ്ങൾ 1 ലക്ഷം പരാതികൾ വരും ദിവസങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ പരാതിയിൽ അവർ പരാതി രജിസ്റ്റർ ചെയ്ത് ആക്ഷൻ എടുക്കാത്തത്? വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കി കളയാൻ, നരേന്ദ്രമോദിയുടെ കാൻഡിഡേറ്റ്ഷിപ്പ് തന്നെ റദ്ദാക്കി കളയാനുള്ള വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണ്ടേ? അത് ഉപയോഗപ്പെടുത്താതെ മോദിയുടെ ഷൂ പോളിഷ് ചെയ്യുന്ന പണിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ആ പണി നിർത്തിയില്ലെങ്കിൽ വരും കാലത്ത് അവസാനമായി ശ്രീ ഫസൽ ഗഫൂർ, അവസാനമായി ശ്രീ ഫസൽ ഗഫൂർ, നമുക്കൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ സംവിധാനങ്ങളൊക്കെ നോക്കുകുത്തിയാകുന്നല്ലോ എന്ന്. പഴയ ഒരു നരേന്ദ്ര ദാമോദർ ദാസ് മോദിയല്ല ഇന്നത്തെ പ്രസ്താവന നടത്തുന്നത്, പ്രധാനമന്ത്രിയാണ്. രാജ്യത്തെ ഒരുമിച്ച് ചേർക്കേണ്ട ബാധ്യത ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതാണെങ്കിൽ ഇനിയുള്ള ഘട്ടങ്ങൾ നീങ്ങുന്നു. തെക്ക് നിന്നും വടക്കോട്ട് പോകുമ്പോൾ ഇതിന്റെ ആക്കം കൂടുമോ? മുന കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണോ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതിൽ വലിയൊരു നാണക്കേട് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പത്രങ്ങൾ നെറ്റൊക്കെ പരിശോധിക്കുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് തൊട്ടിട്ട് അൽ ജസീറ വരെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും പ്രമുഖ പത്രങ്ങൾ ഇതിനെ അപലപിച്ചാണ് എഴുതിയിട്ടുള്ളത്. കാരണം ഇന്നിപ്പോൾ ജനാധിപത്യം വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഒരു നൂറ്റാണ്ടാണ് നമ്മളൊക്കെ ലോകത്ത് ഉള്ളത്. അപ്പോൾ അവർ തന്നെ പറയുന്നത് ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഒരു പ്രധാനമന്ത്രി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലാന്നാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം എങ്ങനെ തുരങ്കം വെക്കാം എന്നുള്ളത് വളരെ ഭംഗിപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ നിലക്ക് ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ കൂടി മുൻപ് ഇലക്ഷൻ കമ്മീഷനിൽ കറപ്റ്റ് പ്രാക്ടീസസിൻ്റെ പേരിൽ ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ചെന്നാറെഡ്ഡിയെ വരെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും ഞാൻ കാണുന്നില്ല. ഇത് കോടതിയിൽ ചെന്ന് അവസാനിപ്പിക്കും, അതിനെപ്പറ്റിയിട്ട് തർക്കമൊന്നുമില്ല. കാരണം രാഹുൽ ഗാന്ധി RSS ആണ് മഹാത്മാഗാന്ധി വധത്തിന് കാരണക്കാരെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കോടതി അദ്ദേഹം കയറേണ്ടി വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള
പ്രഖ്യാപനങ്ങൾ, ഇതിനു മുമ്പും പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ആനന്ദകുമാർ ഹെഗ്ഡെ കോൺസ്റ്റിറ്റ്യൂട്ട് ഭരണഘടന മാറ്റുമെന്ന് പറയുന്നു. പ്രകൃതിക താക്കൂർ അവർ മഹാത്മാഗാന്ധിയെ പ്രതീകാത്മകമായിട്ട് വെടിവെക്കുന്നു. അങ്ങനെ അനവധി അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് നാൾക്ക് നാൾ ദിനം പ്രതി നമ്മൾ പറയുന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ മധു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഇത് ഒരു സ്വതന്ത്രമായ സംവിധാനമാണ്, നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സംവിധാനമാണെന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം പലപ്പോഴും അതിനകത്ത് ഒരു ശോഷണം സംഭവിച്ചു. ഇപ്പോൾ ഇത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്നതിന് പോലും പരാജയപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീർച്ചയായും ആ തോന്നിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഒരു വശത്ത് മതവിദ്വേഷവും മറുവശത്ത് മതപ്രീണനവും നടത്തി ജനാധിപത്യത്തിന്റെ സത്ത എന്താണോ അത് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ.